ഹലോ മോളെ, നീ എഴുന്നേറ്റില്ലേ? പിന്നെ ഞാൻ കുറേ നേരമായി എഴുന്നേറ്റിട്ട്. അങ്ങനെ വരാൻ വഴിയൊന്നും ഇല്ലല്ലോ. ഓ അങ്ങനെ, അപ്പൊ അറിയാം ഞാൻ എഴുന്നേറ്റതേ ഉള്ളെന്ന്. ഓ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇപ്പൊ അതായ കുറ്റം. എന്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്താ രാവിലെ തന്നെ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അങ്ങനെ എല്ലാ ദിവസവും രാവിലെ വിളിക്കാറുള്ളതാണല്ലോ. അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചതാ. അവനെന്തേ ഓഫീസിൽ പോയാ? അവൻ നിന്നെ പോലെയല്ല, അവൻ രാവിലെ എന്നിട്ട് ഓഫീസിൽ പോയി. നീ കോളേജിൽ പോകുന്നില്ലേ? ഓ, ഇപ്പൊ അങ്ങനെ ആയാ? ഞാൻ കോളേജിൽ പോകാൻ ഒരുങ്ങുമായിരുന്നു. ശരി എന്നാ, കോളേജിൽ പോയിട്ട് വന്നിട്ട് വിളിക്കും. യൂട്യൂബാണ് തിരക്കിന്ന് പറഞ്ഞേക്ക് കേട്ടോ. ശരി അമ്മ, ബൈ. ഞാൻ കോളേജിൽ പോയിട്ട് വന്നിട്ട് വിളിക്കാം കേട്ടോ. ശരി ശരി. യൂൻജി, യൂൻജി, നീ എഴുന്നേറ്റ് പെണ്ണേ അങ്ങോട്ട്. കോളേജിൽ പോകണം. നേരത്തെ നീ ഏത് കോളേജിലാ പോകുന്നത്? എത്ര മണിയായി? നേരത്തെയോ? മണി 8:45. ഇന്നും വെളിയിൽ നിൽക്കാം കേട്ടാ. 8:45? ഞാൻ എഴുന്നേക്കുവാ. ഇന്ന് ഫസ്റ്റ് പീരീഡ് ഏത് സാറാ? ഇന്ന് ഫസ്റ്റ് പീരീഡ് സഞ്ജയ് സാറാ. സഞ്ജയ് സാറാണോ? അപ്പൊ നിനക്കകത്തിരിക്കാലോ, ഞാനല്ലേ വെളിയിൽ നിൽക്കണ്ടേ? അതെന്താ, എനിക്ക് കൊമ്പുണ്ടോ? എന്നെ മാത്രം അകത്ത് കയറ്റി ഇരുത്തിയിട്ട് നിന്നെ വെളി നിർത്താൻ? കൊമ്പുണ്ടെങ്കിലും ഇല്ലേലും അതങ്ങനെയാണല്ലോ. അതങ്ങനെയൊന്നുമല്ല. നീ പെണ്ണെ പോയി ഒരുങ്ങിക്കും. എന്റെ കയ്യിൽ നീ വാങ്ങിക്കരുത്. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പോയി റെഡി ആവട്ടെ. ബൈ. മോനെ, നീ ഓഫീസിൽ പോകാൻ ഇറങ്ങിയോ? ആ അമ്മേ, ഓഫീസിൽ പോവാ. അച്ഛൻ എന്തേ? അച്ഛൻ ഇന്ന് വരത്തില്ലടാ ഓഫീസിലോട്ട്. അച്ഛന് വയ്യ തീരെ. അജു എന്തേ? അവൻ ഓഫീസിൽ പോയോ രാവിലെ? രാവിലെ എന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് നന്ദു വന്ന് വിളിച്ചോണ്ട് പോയായിരുന്നു. ആണോ? എന്നാ ശരി അമ്മ, ഞാൻ ഇറങ്ങുവാ. അച്ഛനോട് പറഞ്ഞേക്ക് കേട്ടോ. ആ മോനെ, പറഞ്ഞേക്കാം. ശരിയെന്നാ, സൂക്ഷിച്ചു പോയിട്ട് വാ. നന്ദു, അജു, എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ് ഒക്കെ? കുഴപ്പമില്ലായിരുന്നു ഏട്ടാ. മീറ്റിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടി. ആഹാ, ഇന്ന് ഏട്ടത്തി ഉണ്ടായിരുന്നോ കൂടെ? ഇന്ന് ഞാനിങ്ങോട്ട് വരുന്നവര് ദേവേട്ടനെ കണ്ട, അപ്പൊ ഞാനിങ്ങ് പോന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം കാണും, അജു ഏട്ടത്തിനെ വിളിച്ചത് നമ്മുടെ നന്ദേനെ ആണോ എന്ന്. അതെ, നന്ദേനെ തന്നെയാണ് ഏട്ടത്തിനെ വിളിച്ചത്. നമ്മുടെ കഥയിൽ ദേവ് വിയുടെ ലവറാണ് അയു, നന്ദ. ഏട്ടത്തി, അവൾമാരെന്തേ? അക്ഷര വരൂ അവളിന്ന്? അതെന്താണ് എന്നോട് ചോദിക്കുന്നു നന്ദു? നീ എന്താ അവളെ ഇന്നലെ വിളിച്ചില്ലേ? അത് പിന്നെ ഏട്ടത്തി, ഇന്നലെ അവളായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. നിന്റെ നിപ്പും ഭാവവും അവളുടെ കരച്ചിലുമില്ല. അവള് കരഞ്ഞു. ശേ, ഞാൻ ഇന്നലെ കുറച്ച് ഓവറായാണ് അവളോട് സംസാരിച്ചത്. നീ ഒരു കാര്യം ചെയ്യും, അവളിപ്പോൾ ഇറങ്ങി കാണത്തേ ഉള്ളൂ. നീ വണ്ടിയും കൊണ്ടുപോയി അവളെ വിളിക്കും. ആ ഏട്ടത്തി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റണം. എടാ ദേവ, ഞാൻ പോവാണേ. ആടാ, നീ പോയിട്ട് വാ. പെട്ടെന്ന് വരണം കേട്ടോ അവളെ ഇങ്ങോട്ട്. ആടാ, ഞാൻ പോയിട്ട് വരാം. അജു, ഞാൻ കാർ എടുക്കുക കേട്ടോ. പോയിട്ട് വാ, ചെല്ല്. അല്ലട മോനെ അജു, നിന്റെ റിലേഷനൊക്കെ എങ്ങനെ പോകുന്നു? ദൈവഭാഗ്യം, അത് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഏട്ടത്തി ചെന്നാട്ടെ. എടി യോജി, എല്ലാരും ക്ലാസ്സിൽ കയറിയെന്ന് തോന്നുന്നു. പെട്ടെന്ന് വാ. ഞാൻ വരുന്നു, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. വരട്ടെ ഞാൻ അങ്ങോട്ട്. ഇന്നും അങ്ങനെ വെളിയിൽ നിൽക്കാം. എന്റെ പൊന്നു യോജി, കഥ പറഞ്ഞിരിക്കാതെ വാ ഇങ്ങോട്ട്. സർ,
മേ ഐ കം ഇൻ? യെസ് കം ഇൻ. Hey, girl, you have a perfect body with a perfect smile. Perfect body with a perfect smile. വന്നോ രണ്ടുപേരും? ഇത്ര നേരം എവിടെയായിരുന്നു? ക്ലാസ് തുടങ്ങിയിട്ട് എത്രാമത്തെ പീരീഡ് ഇത്? അത് പിന്നെ സാർ ഇനി യൂജി എഴുന്നേക്കാൻ ലേറ്റായി, അതുകൊണ്ടാണ് ലേറ്റായി വന്നത്. അതൊന്നും കുഴപ്പമില്ല, ഇനി ലേറ്റ് ആവരുത്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവാ. ആ സാർ ഇന്ന് ലേറ്റ് ആവത്തില്ല, കയറിക്കോട്ടെ. വാ കേറ്.